എൻ്റെ ക്യാമറ ചെയ്യുമ്പോഴത്തേക്കും ഒരു തെളിച്ചം ഉണ്ടാവില്ല എപ്പോഴും. അപ്പോൾ അതിൽ തെളിച്ചില്ലായ്മയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം. പിന്നെ അതെ ഇവിടെ നമ്മുടെ ഫാമിലത്തെ അവസ്ഥയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. മെയിനായിട്ട് ഇങ്ങോട്ട് വന്നേക്കണം എന്താണെന്നറിയോ, നമ്മുടെ പശുക്കൾക്ക് ഒരു പശുവിന് പാടില്ല. അപ്പം അതിന് ഫൈറ്റോലാക്ക് ഇല്ല, ഞാൻ പറയാറില്ലേ, ആ ഫൈറ്റോലാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 3 നേരമായിട്ട് കൊടുക്കണം ആ മെഡിസിൻ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. കറവയുടെ സമയം കൂടിയാട്ടോ. അപ്പം നമ്മുടെ മരുന്ന് ഇതാട്ടോ ഫൈറ്റോലാക്ക. ഇത് ഞാൻ ഇതിലിട്ടിട്ട് ഇതായേക്കണേ. ഇതിൽ 200 സീന്ന് എഴുതിയേക്കണേ. ഫൈറ്റോലാക്ക 200 D ആണ്. ഫൈറ്റോലാക്ക D എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ശരിക്കും നല്ല എഫക്റ്റീവാട്ടോ. ഇതേണ്ട ഇവക്കടെ ഇവിടെ അകിടിന് ഒരു തടിപ്പ് പോലെ ഉണ്ട്. അപ്പം അത് ഇപ്പുറത്തെ സൈഡിലാണെന്നാണ് പറഞ്ഞത് പുള്ളി, ഉള്ളിലായിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് കാരണം അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പുറത്തെ പശുവിൻ്റെ തീറ്റ വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയില്ലേ മൂക്കയർ, ഈ സൈഡിൽ മൂക്കയർ ഇതിൽ പിടിച്ച് ഇതിങ്ങനെ കെട്ടിയിട്ടേച്ചു. അപ്പോൾ ആൾക്ക് കിടക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രെസ് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അകിടിലൊരു പാൽപ്പിടുത്തവും നടത്തിയ ആൾ. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇത്തിരി പാല് പിടിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ബുദ്ധിമുട്ടായതാണെന്നാണ് തോന്നുന്നത്. മരുന്ന് കൊടുക്കണം. ഇതിൻ്റെ ആധികാരികമായിട്ട് പറയാനുള്ള ആളൊന്നും അല്ല കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച്, എത്രത്തോളം എഫക്റ്റ് ആവും എന്നൊന്നും. പക്ഷേ ഞങ്ങൾക്കെല്ലാം ഇത് കറക്റ്റായിട്ട് ഞാൻ ഈ മരുന്ന് കീപ്പ് ചെയ്ത് കൊടുക്കുന്ന കൊണ്ടിട്ട് എനിക്ക് എൻ്റെ ഈ തൊഴുത്തിൽ ഇതുവരെയായിട്ടും അകിട് വീക്കം കൊണ്ടിട്ട് ഒരു മറ്റേ അലോപ്പതി ഡോക്ടറെ വിളിക്കേണ്ട ഒരു ആവശ്യം ഇന്ന് വരെ മാഷാഅല്ലാഹ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാനിത് ഏകദേശം ഈ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കറിയുന്ന ഒട്ടുമിക്ക ഫാമുകാർക്കും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ഈ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2017 തുടങ്ങി. നമ്മൾ 2018 തൊട്ടിട്ട് ഞാൻ ഈ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയതാണ്. എനിക്കിത് വേറെ ഒരാൾ പറഞ്ഞു തന്നതാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ഇത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഈ മെഡിസിൻ കൊണ്ട് ഗുണമുണ്ട്. അപ്പം നമുക്ക് മെഡിസിൻ കൊടുത്തിട്ടും വരാം കേട്ടോ. അപ്പം നമുക്ക് മെഡിസിൻ കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ.